അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം അണയുന്ന അങ്ങേ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വികാര വിചാരങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സഹായവും മാധ്യസ്ഥവും തേടി ഞങ്ങൾ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ ഇതാ വന്നിരിക്കുന്നു. കൃപയും കാരുണ്യവും നിറഞ്ഞ പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയെ തിരിച്ചറിയുന്നു. എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനും എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തുവാനും അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തു തൻ്റെ അനന്തമായ നന്മയിൽ നിന്ന് എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ. മറിയമേ, ശക്തിയും അനുകമ്പയും ഉള്ള മാതാവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ഉത്കണ്ഠകളും അമ്മ അറിയുന്നുവല്ലോ. അമ്മയുടെ കൈകൾ നീട്ടുവാനും അസാധ്യമെന്ന് തോന്നുന്നതിനെ നേരിടുവാൻ എന്നെ സഹായിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രയാസങ്ങളെ തരണം ചെയ്യുവാനും അമ്മയുടെ ദിവ്യപ്രകാശത്താൽ എൻ്റെ പാത പ്രകാശിപ്പിക്കുവാനും എനിക്ക് ധൈര്യവും ശക്തിയും നൽകണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹനിധിയായ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനുള്ള അമ്മയുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അമ്മ എപ്പോഴും എൻ്റെ അരികിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എൻ്റെ വീടിനെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടുകൾക്കും
വിവേചന ബുദ്ധികൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് അമ്മയുടെ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും എല്ലാം സാധ്യമാണ് എന്ന ഉറപ്പിലും പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഇടയാകട്ടെ. കൃപാസന പ്രസാദവര മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് പ്രിയപ്പെട്ട അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മക്കളായ ഞങ്ങളിൽ ഓരോരുത്തരോടും അമ്മയ്ക്കുള്ള നിരുപാധികമായ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും അമ്മയുടെ സംരക്ഷണത്തിനും പിന്തുണയ്ക്കും നന്ദി. എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് അമ്മയെ ആശ്രയിക്കാൻ കഴിയുക എന്നത് ആശ്വാസകരമാണ്. കരുണയുടെ അമ്മേ, ഞാൻ അമ്മയിലും അമ്മയുടെ ശക്തമായ സഹായത്തിലും വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയും ആശ്വാസത്തിനും സഹായത്തിനുമായി അമ്മയെ തിരയുന്ന അനേകം മക്കൾക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം തുടരണമേ. ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങളിലും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പാതകളിൽ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾ നയിക്കട്ടെ. കരുണയുടെ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ വിനയത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ മുൻപിൽ ആയിരിക്കുന്നു. കൃപാസന പ്രസാദവര മാതാവേ, സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ സംരക്ഷണം എന്നിലും എൻ്റെ വീട്ടിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ എൻ്റെ വീടിനെയും എൻ്റെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭർത്താവ്, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ അനുഗ്രഹങ്ങളും കൃപകളും വാങ്ങി തരേണമേ. ഞങ്ങളുടെ വീടുകളിൽ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ധാരണയും നിലനിർത്തണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഭവനമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തികളെ എടുത്ത് മാറ്റണമേ. കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യത്താൽ, സംരക്ഷണത്താൽ ഞങ്ങളുടെ വീടിനെ പൊതിയണമേ. അതിൽ വസിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ നിറയ്ക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഒരു തിന്മയുടെ ശക്തിക്കും ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളിൽ ഒരാൾ പോലും അമ്മയുടെ സ്നേഹത്തിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുതേ.
സഞ്ചാരി മാതാവായ പരിശുദ്ധ മറിയമേ, ഈ നിമിഷം ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. കൃപയുടെ മാതാവേ, അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളായ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത സ്നേഹനിധിയായ അമ്മയാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിറവേറ്റുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മാതാവേ, ഞാൻ അനുദിനം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴും എൻ്റെ യാത്രയിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ ദൈവിക ജ്ഞാനത്താൽ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും എൻ്റെ ഭവനത്തെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി എനിക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും എൻ്റെ വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും വെല്ലുവിളികളും തരണം ചെയ്യുവാനും എനിക്ക് കഴിയുമാറാകട്ടെ. സാമ്പത്തികമായി ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതം മുന്നോട്ടു നയിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള ഞങ്ങളുടെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് അർഹിക്കുന്ന നല്ല ജോലിയും സാമ്പത്തിക വരുമാനവും നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, പഠനത്തിനായി മുന്നോട്ടു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും സമൃദ്ധമായി നിറയ്ക്കണമേ. ഒരു ലോകാരൂപിക്കും അവരെ ഏറ്റെടുക്കുവാൻ, അവരെ തൊടുവാൻ പോലും അനുവദിക്കരുതേ. കൃപാസന പ്രസാദവര മാതാവേ, എല്ലാ തിന്മയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. രോഗികളുടെ വൈദ്യനായ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളായ ഞങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ. ആയുസ്സും ആരോഗ്യവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ എല്ലാ രോഗികൾക്കും രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദുഃഖിതരുടെ ആശ്രയമായ പരിശുദ്ധ മാതാവേ, നിസ്സഹായരായവർക്കും ദുരിതബാധിതർക്കും നിരാശരായവർക്കും വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. രോഗികൾക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും
ആശ്വാസവും രോഗശാന്തിയും നൽകുന്നതിന് അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേലും ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ മേലും നീട്ടണമേ. സ്നേഹനിധിയായ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനും എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മേ, ഞാൻ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും സംരക്ഷണം അമ്മയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ പവിത്രമായ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ. ഏത് വെല്ലുവിളിയെയും നേരിടുവാനുള്ള ധൈര്യവും അമ്മയുടെ മധ്യസ്ഥതയാൽ ഒന്നും അസാധ്യമല്ല എന്ന ഉറപ്പും നൽകുന്ന അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, നിസ്സഹായ അവസ്ഥകളിൽ, പ്രയാസകരമായ സമയങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിൽ തുടരുന്നു. ഇരുണ്ട പാതകളെ പ്രകാശിപ്പിക്കുന്ന പ്രഭാത നക്ഷത്രം അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആയതിനാൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അസ്വസ്ഥതകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എടുത്തു മാറ്റണമേ. അങ്ങനെ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ആർദ്രതയും അനുകമ്പയും നിറഞ്ഞ അമ്മേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ മുൻപോട്ടുള്ള വഴി കാണിച്ചു തരുന്ന അമ്മയുടെ മാതൃസ്നേഹത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും നയിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുവാൻ എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും അനുഗ്രഹം നൽകണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, ദൈവം മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ സംരക്ഷണം എൻ്റെ കുടുംബത്തിലും പ്രിയപ്പെട്ടവർക്കും കിട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ അമ്മയുടെ വിശുദ്ധ മേലങ്കിയാൽ സൂക്ഷിക്കണമേ. ആമേൻ.